അടുത്ത് എഴുതിക്കോ ഫ്യൂവൽ സെൽ എന്ന് എഴുതിക്കോ. ഫ്യൂവൽ സെൽ ഹെഡിങ് എഴുതാം. ഫ്യൂവൽ സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവൽ സെല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ട്രിപ്പിൾ സ്റ്റാർ ഇടാം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, അതായത് നമുക്ക് ഇതുവരെ പഠിച്ച 4 സെല്ലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. അതായത് നമുക്ക് നമ്മുടെ മനുഷ്യനും കേടാണ്, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനും കേടായിട്ടുള്ള സെല്ലാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എന്നാൽ ഫ്യൂവൽ സെല്ല് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് സെല്ലാന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പഷൻ അതായത് ശരിക്കും ഈ ഫ്യൂവൽ സെല്ല് നോർമലി നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാതകം കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എനർജി വെച്ചിട്ടാണ് ശരിക്കും ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, അതൊന്ന് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ cells that are designed to convert energy from the combustion of fuel such as hydrogen, methane, methanol directly into electrical energy are called fuel cell. അതായത് ഫ്യൂവല് കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂവൽ സെല്ലിൻ്റെ ജനറൽ ഫ്യൂവൽ സെല്ലിൻ്റെ കൺസെപ്റ്റ്. എന്നാൽ അതിൽ നിന്നും വ്യത്യാസം ഞാൻ പറഞ്ഞു, ഫ്യൂവൽ സെല്ല് പല ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് H2O2 ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. പല ഫ്യൂവൽ വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന ഫ്യൂവൽ സെല്ലുകളുണ്ട്. പക്ഷെ അതിൽ പലതും ഈ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. H2O2 ഫ്യൂവൽ സെല്ല് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പടം നമുക്ക് തന്നെ ഇങ്ങനെ വരയ്ക്കണം. നോക്കിക്കോളൂ. അതായത് ഇങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഡാർക്കായിട്ട് അങ്ങ് വരച്ചിരിക്കുന്നത് ആനോഡും കാഥോഡും ആണേ. 3 ഓപ്പണിംഗ് ഉണ്ട് ഇതിനകത്ത്. അതിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനകത്തൂടെ ഹൈഡ്രജനെ കയറ്റി വിടുന്നു. അതേപോലെ തന്നെ ഈ ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനകത്തൂടെ ഓക്സിജനെ കയറ്റി വിടുന്നു. ഇതിനിടയ്ക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തൂടെ H2O പുറത്തേക്ക് വരുന്നു. അപ്പം ഇതിനകത്തെല്ലാം പെർഫറേഷൻസ് ഉണ്ട്. പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചെറിയ ഹോൾസ് ഇതിനകത്തുണ്ട്. ഇവിടെ ചെറിയ ഹോൾസ്. ഈ ഇത് ആനോഡും കാഥോഡുമാണ്. ഒരെണ്ണം ആനോഡും ഒരെണ്ണം കാഥോഡുമാണ്. പറഞ്ഞാൽ നോക്കിക്കോളൂ. ഇത് ആനോഡാണ്, ഇത് ആനോഡ്. അതേപോലെ തന്നെ ഇത് കാഥോഡാണ്. ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. ഇത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതെല്ലാം ഇലക്ട്രോലൈറ്റ് ആണ്. ഈ ഇലക്ട്രോലൈറ്റ് അക്വസ് NaOH ആണ്.
ഇത് H2O2 ഫ്യൂവൽ സെല്ലാണ്. H2O2 ഫ്യൂവൽ സെല്ലാണ്. H2O2 ഫ്യൂവൽ സെല്ലാണ്. ഇനി ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈപ്പ് ഫ്യൂവൽ സെല്ലുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. മെഥനോള് മീഥേന് ഒക്കെ വെച്ചിട്ട് ഉള്ള എന്താണ് ഫ്യൂവൽ സെല്ലുകൾ നമുക്ക് എന്താണ് നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് വലിയ ക്ലാസ്സസിലൊക്കെ. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് H2O2 ഫ്യൂവൽ സെല്ലാണ്. അതാണ് ഈ പറഞ്ഞ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇതുവഴി ഇങ്ങോട്ട് കയറ്റി വിടും, ഓക്സിജൻ ഇതുവഴി ഇങ്ങോട്ട് കയറ്റി വിടും. ഈ ഹൈഡ്രജൻ പോയിട്ട് ഇതിൻ്റെ ഈ NaOH റിയാക്ട് ചെയ്യും, ഓക്സിജൻ പോയിട്ട് NaOH റിയാക്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് വാട്ടർ. ഈ വാട്ടറിനെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ, അതായത് ചന്ദ്രനിലോട്ട് ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാക്കാനും അതേപോലെ തന്നെ വെള്ളം ഉണ്ടാക്കാനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജിയാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന വെള്ളം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനിയും അതിൻ്റെ ആനോഡ് റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാൻ നോക്കിയോ. ഇത് നിങ്ങൾ താഴോട്ട് എഴുതുന്നത്, ഞാൻ ഈ പടത്തിനോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സൈഡിലോട്ട് എഴുതുന്നതേ ഉള്ളൂ. ആനോഡ് റിയാക്ഷനകത്ത് എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ, ഈ പറയുന്ന പോലെ തന്നെ പഠിക്കണം. രണ്ട് ഹൈഡ്രജൻ ഈ അക്വസ് NaOH-നകത്തുള്ള 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും അറിയാമോ, 4 വാട്ടർ മോളിക്കൂൾ ഉണ്ടാകും. ഓക്കെ, ഹൈഡ്രജൻ OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഹൈഡ്രജൻ അയോൺ ആയിട്ട് മാറണമല്ലോ. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 4 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ അയോൺ ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, -4 ഇലക്ട്രോൺസ് വിട്ടുവിടണം. അപ്പോൾ എന്നാലേ എന്താകത്തുള്ളൂ, 4H+ ആകത്തുള്ളൂ. ആ 4H+ പോയിട്ട് 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് 4 H2O ഉണ്ടാകുന്നത്. ശരിക്കും റിയാക്ഷൻ അങ്ങനെയാണ്, നോക്കിയോ. അതായത് പറഞ്ഞു തരാം, ഈ റിയാക്ഷൻ തന്നെ ഇങ്ങനെ എഴുതുവാണ്. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഒരു 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, ലൂസ് ചെയ്തതായിട്ട് കാണിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം അല്ലേ. 4 ഹൈഡ്രജൻ ആറ്റം 4 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 4H+ അയോൺ ആവും. അതെന്ത് ചെയ്യും, 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, 4 H2O ഉണ്ടാവും. 4H+ 4 OH മൈനസ് റിയാക്ട് ചെയ്യുമ്പോൾ 4 വാട്ടർ മോളിക്കൂൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വിട്ടുകൊടുത്ത ഇലക്ട്രോണെ എന്ത് ചെയ്യണം, ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് +4 ഇലക്ട്രോൺ ആക്കി എഴുതണം. ഇതാണ് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്തേ എഴുതുന്നുള്ളൂ, നമ്മൾ ഇങ്ങനെ എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, 4 H2 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ 4 വാട്ടർ മോളിക്കൂളും ലൂസ് ചെയ്ത 4 ഇലക്ട്രോൺ ഇവിടെ കാണിക്കണം. കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു, കാഥോഡിൽ ആരാ ഉള്ളത്, കാഥോഡിൻ്റെ അടുത്ത് ആരാ ഉള്ളത്, ഓക്സിജനാണ്. ഓക്സിജൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവിടെ നിന്ന് വിട്ട് ഇവിടെ ഉണ്ടായ 4 വാട്ടർ മോളിക്കൂളും 4 ഇലക്ട്രോണും അല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ 4 ഇലക്ട്രോണിനെയും 4 വാട്ടർ മോളിക്കൂളിൽ 2 വാട്ടർ മോളിക്കൂളിൽ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ വാങ്ങും. അല്ലെങ്കിൽ ഓക്സിജൻ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും അറിയാമോ, വീണ്ടും 4 OH മൈനസ് തന്നെ ഉണ്ടാവും. ഇതാണ് ആനോഡ് കാഥോഡ് റിയാക്ഷൻ. ഓർക്കുക, 4 ഹൈഡ്രജൻ മറ്റേ NaOH-നകത്തുള്ള 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആനോഡിൽ വെച്ചിട്ട് 4 വാട്ടർ മോളിക്കൂളും 4 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നത് കാണിക്കാം. എന്നിട്ട് കാഥോഡിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ മോളിൽ നിന്ന് വിട്ടുകൊടുത്ത ഉണ്ടാക്കിയ 4 വാട്ടർ മോളിക്കൂളിൽ 2 വാട്ടർ മോളിക്കൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണെ വാങ്ങും. നമ്മൾ അതുവരെ അങ്ങനെയല്ലേ പഠിച്ചത്. ആനോഡിൽ വിട്ടുകൊടുക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, കാഥോഡിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 4 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, 4 ഇലക്ട്രോൺ മേടിച്ചു. എന്നിട്ട് എന്ത് തന്നെ ഉണ്ടായി, 4 OH മൈനസ് തന്നെ ഉണ്ടായി. ഇതിനെ എന്ത് ചെയ്യാം, ഇനി ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, 2H2 + 4 OH മൈനസ് +O2 + 2H2O + 4 ഇലക്ട്രോൺസ് ഗീവ്സ് എന്താ, 4H2O + 4 ഇലക്ട്രോൺ + 4 OH മൈനസ്. 4 ഇലക്ട്രോൺ വെട്ടി. അതേപോലെ തന്നെ 4 OH മൈനസും വെട്ടി. ബാക്കി ഇവിടെ നോക്കി, ഇവിടെ 2 H2 ഉണ്ട്, ഒരു O2 ഉണ്ട്. പിന്നെ ഇവിടെ 2 വാട്ടർ മോളിക്കൂളും അപ്പുറത്തെ സൈഡ് 4 വാട്ടർ മോളിക്കൂളും ഉണ്ട്. അപ്പോൾ ഈ 2 വാട്ടർ മോളിക്കൂളിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും 4 വാട്ടർ മോളിക്കൂള് -2 വാട്ടർ മോളിക്കൂൾ വരും ഇല്ലേ. അപ്പോൾ അത് എന്ത് 2 വാട്ടർ മോളിക്കൂൾ വരും. അപ്പോൾ ഓവറോൾ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതി, ഇതൊന്നും എഴുതണ്ട കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നാൽ മൈനസ് എന്നൊക്കെ. അപ്പോൾ 2 വാട്ടർ മോളിക്കൂൾ + O2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, H2O കിട്ടും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചോണം. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2 വാട്ടർ മോളിക്കൂള്
നമ്മുടെ NaOH-നകത്തുള്ള 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 4 വാട്ടർ മോളിക്കൂളും രണ്ട് ഹൈഡ്രജൻ നമ്മുടെ NaOH-നകത്തുള്ള 4 OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 4 വാട്ടർ മോളിക്കൂൾ ഉണ്ടാവും. ഈ 4 ഹൈഡ്രജൻ 4 ഇലക്ട്രോണെ ലൂസ് ചെയ്യുകയും ചെയ്യും. അത് കാണിക്കണം. ആ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണെ ആര് വാങ്ങും? കാഥോഡിൽ വെച്ചിട്ട് ഓക്സിജൻ വാങ്ങും. ആരുടെ പ്രസൻസിലാണ്? 2 H2O മോളിക്കൂളിൻ്റെ പ്രസൻസിൽ. എന്നിട്ട് എന്തുണ്ടാവും? വീണ്ടും 4 OH മൈനസ് ഉണ്ടാവും. ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ എന്താ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളതിനെല്ലാം ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്ത് എഴുതുക, റൈറ്റ് സൈഡിലുള്ളതിനെല്ലാം റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് എഴുതുക. ഒരേപോലെയുള്ള വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഓവറോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എഴുതുക. ക്ലിയർ ആണോ? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഹൈലി എഫിഷ്യൻ്റ്. 2 എന്താണെന്ന് അറിയാമോ? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അടുത്തത് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. വാട്ടർ പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ക്ലിയർ ആണോ? പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് കൊറോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല എക്സാമ്പിൾ എടുക്കാം. ഒന്ന് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതാം. ക്ലാവില്ലേ, നമ്മുടെ വിളക്കയിലൊക്കെ വരുന്ന ക്ലാവ്. പിന്നെ തുരുമ്പ് എക്സാമ്പിളാണ്. തുരുമ്പ് ഇല്ലേ, റസ്റ്റ്, തുരുമ്പ് എക്സാമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ സിൽവറിലൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ ടാർണിഷിങ് ഓഫ് സിൽവർ എന്നാണ് പറയുന്നത്. ടാർണിഷിങ് ഓഫ് സിൽവർ എന്നാണ് പറയുന്നത്. ടാർണിഷിങ് ഓഫ് സിൽവർ, അതായത് സിൽവറൊക്കെ ഇപ്പം നിങ്ങൾ സിൽവർ കിട്ടുന്ന ജ്വല്ലറി പോയാലും അവർ എപ്പോഴും രാവിലെയും വൈകിട്ടും സിൽവറിനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒന്നെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓക്സിജനുമായിട്ട് ഒത്തിരി കോണ്ടാക്റ്റിൽ വരാത്ത, അതായത് അവരുടെ ഇതിനകത്ത് വല്ലതും കയറ്റി വെക്കുകയോ എപ്പോഴും അടച്ചിടുകയോ, അല്ലെങ്കിൽ ഇനി അവർ പുറത്തേക്ക് വെക്കുന്ന സാധനമാണെങ്കിൽ എപ്പോഴും വൈകിട്ട് അവരെടുത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അതൊന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് അവരത് ക്ലീൻ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഇഷ്ടത്തിനുണ്ട്. ഈ സിൽവർ പെട്ടെന്ന് പോയിട്ട് സൾഫറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ സൾഫൈഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സർഫസ് ജസ്റ്റ് ഒരു കറുത്ത ഒരു കോട്ടിങ് പോലെ വരും. അത് തുടച്ചാൽ അങ്ങ് മാറിക്കോളും, മനസ്സിലായോ? പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ തുരുമ്പ്, നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ വരെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരു കൺസ്ട്രക്ഷൻ കൺസെപ്റ്റ് വെച്ചിട്ട്, ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ കൺസെപ്റ്റ് എല്ലാം സിമെൻറ്റ്, അതേപോലെ തന്നെ സിമെൻറ്റ് പില്ലറുകൾ, അതേപോലെ തന്നെ കട്ട, ഇഷ്ടിക, അങ്ങനെയുള്ള കൺസെപ്റ്റാണ്. എന്നാൽ നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഗേഡറയിലാണ് പണിയുന്നത്. അത് എത്ര നില വേണേലും ഇരുമ്പ് ഗേഡറെ പണിയാൻ പറ്റും. അപ്പോൾ ഇരുമ്പ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇരുമ്പിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇരുമ്പിൻ്റെ എല്ലാ സ്ട്രെങ്തും ഒരൊറ്റ കൺസെപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പോകും. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ തുരുമ്പാണ്. കാരണം ഇരുമ്പ് നമ്മൾ അനാവശ്യമായിട്ട് ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എത്ര വലിയ സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്ത് ചെയ്യും? നശിച്ചു പോകും. അതായത് കൊറോഷൻ. അതേപോലെ തന്നെയാണ് നമ്മുടെ വിളക്കിലും, അതേപോലെ തന്നെ കോപ്പർ പാത്രങ്ങളിലും ഒക്കെ, അല്ലെങ്കിൽ പിച്ചള പാത്രങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന പച്ച കളർ എന്ന് പറയുമ്പോൾ പായലാന്ന് കരുതല്ലേ, അത് ക്ലാവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കൊറോഷൻ എക്സാമ്പിൾ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ തുരുമ്പിനെ പറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം തുരുമ്പ്, അപ്പം നമുക്ക് ആദ്യം എഴുതാം. ഇതൊന്ന് എഴുതിക്കോ. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ്
slow conversion of metal into their oxides or salts by reaction with moisture and other gases present in atmosphere resulting in the formation of compounds such as oxides, sulfides, പിന്നെ നമുക്ക് carbonates, sulfates. ഓക്കെ, അതിൽ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താ, കൊറോഷൻ ഓഫ് അയൺ ഇല്ലേ, റസ്റ്റിംഗ് ഓഫ് അയൺ, അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് അയൺ ഈസ് കോൾഡ് റസ്റ്റിംഗ്, അങ്ങനെ വേണം എഴുതാം. കൊറോഷൻ ഓഫ് അയൺ ഈസ് കോൾഡ് റസ്റ്റിംഗ്. സോറി, നോക്കൂ. അടുത്തത് ടാർണിഷിംഗ് ഓഫ് സിൽവർ. ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബ്രൗൺ കോട്ടിംഗ് വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്ന് പറയുന്നത്. അടുത്തത് ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ്, നമുക്ക് ഈ റസ്റ്റിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ക്ലാവ് ഒരു പ്രാവശ്യം ഈ എന്താണ് ഗ്രീൻ കോട്ടിങ്ങിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ കാർബണേറ്റ് ആണ് കേട്ടോ, അതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്കണം. അതായത് ക്ലാവ് എന്നുള്ളത് ക്ലാവിൻ്റെ കെമിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോപ്പർ കാർബണേറ്റ് ആണ്. വേണമെങ്കിൽ എഴുതിയിട്ടേക്കുക. ഇനി അടുത്തത് നമുക്ക് റസ്റ്റിംഗ് ഓഫ് അയൺ, അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. റസ്റ്റിംഗ് ഓഫ് അയൺ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചോണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഇതൊരു ഡബിൾ സ്റ്റാർ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളതിൽ ഡബിൾ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് റസ്റ്റിംഗ് ചോദിച്ചു അതിൻ്റെ ക്ലാവില്ലേ, നമ്മൾ ഈ ക്ലാവ് പച്ച കളറിലുള്ള ആ സംഭവങ്ങൾ വിളക്കിലൊക്കെ ഉണ്ടാകുന്ന ക്ലാവ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല കോപ്പർ കാർബണേറ്റ് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റസ്റ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ Fe2O3 ഡോട്ട് XH2O ഡോട്ട് പ്രൊനൗൺസ് ചെയ്യുക, ഡോട്ട് എന്ന് പറയത്തില്ല കേട്ടോ, Fe2O3 XH2O എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്, അതിനെയാണ് തുരുമ്പെന്ന് പറയുന്നത്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അതിനെയാണ് ഓർ റസ്റ്റ് എന്ന് പറയാം. റസ്റ്റ്. ഈ റസ്റ്റിംഗ് ഓഫ് അയണും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ തിയറിയാണ്. അത് ഒരു ഇലക്ട്രോ കെമിക്കൽ തിയറി, കാരണം ഇവിടെ ഒരു ആനോഡും ക്യാഥോഡും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും ഇരുമ്പിനെ മണ്ടയ്ക്ക് തന്നെയാണ് ആനോഡിക് പോർഷൻ ക്യാഥോഡിക് പോർഷനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അത് ഒന്ന് നോക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഇലക്ട്രോ കെമിക്കൽ തിയറിയാണ്. അപ്പോൾ അത് എഴുതുന്നില്ല. ഇറ്റ് ക്യാൻ ബി ബെറ്റർ എക്സ്പ്ലെയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്ന് വേണമെങ്കിൽ ആദ്യത്തെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം.
എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ പടം മെയിനായിട്ട് വരച്ചിരിക്കണം. അതായത് നോക്കിക്കോളൂ, ഇത് ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇരുമ്പിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് എന്താ അറ്റമൊക്കെ ഒരു ഇച്ചിരി പറഞ്ഞ പോലെ തന്നെ റഫായിട്ടുള്ള ഇരുമ്പിൻ്റെ സർഫസ് ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനും, കാരണം വെള്ളമൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളത് റഫായിട്ടുള്ള ഇരുമ്പിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വന്ന് വീണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇത് വെള്ളത്തുള്ളിയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇത് ഇരുമ്പാന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ഇരുമ്പാന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഈ ഇരുമ്പിൻ്റെ ഈ വെള്ളത്തുള്ളി വീഴാത്ത ആ ഭാഗം ആനോഡിക് പോർഷനായിട്ടും, അതേപോലെ വെള്ളത്തുള്ളിയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റിലുള്ള ആ ഭാഗം കാഥോഡായിട്ടും ബിഹേവ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ഭാഗങ്ങൾ, അതായത് ഈ ഭാഗങ്ങളൊക്കെ അതുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് വരാത്തതാണ്. ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യുക, സർഫസിലുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് അതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇച്ചിരി വെള്ളത്തുള്ളിയെ ഞാൻ ഇങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ചിട്ട്, ഇങ്ങോട്ട് നിങ്ങൾ എവിടെയും വരച്ചോ കുഴപ്പമില്ല, ഇങ്ങനെ നീക്കി വരച്ചിട്ട് ഓക്കെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഞാനവിടെ ആ വാട്ടർ അത് റെപ്രസെൻറ്റ് ചെയ്തു. ഇനിയും ഇത് ഇരുമ്പാണ്, ഇത് ഇരുമ്പായതുകൊണ്ട് ഇരുമ്പിനെ ഞാനൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ പോർഷനെ ഞാൻ ആനോഡിക് പോർഷനായിട്ട് എടുക്കുകയാണ്. ഞാനിത് രണ്ടാക്കണം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒരു 2 പോർഷൻ ആക്കുകയാണ്. ഇത് ആനോഡിക് പോർഷൻ ആക്കുകയാണ്. ഇത് കാഥോഡിക് പോർഷൻ ആക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഇരുമ്പിനകത്ത് ഫുള്ള് ഇരുമ്പാറ്റങ്ങളാണുള്ളത് ആണല്ലോ, ലക്ഷക്കണക്കിന് ഇരുമ്പാറ്റങ്ങളുണ്ട്. അപ്പം നമുക്ക് ഏതൊരു ആളും റിയാക്റ്റീവ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, അത് അതിൻ്റെ അയോണായിട്ട് കൺവേർട്ട് ചെയ്യണം. എപ്പോഴാണ് അത് അതിൻ്റെ അയോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ. എങ്ങനെ റിയാക്റ്റീവ് ആവും? ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ് Na+ ആകുമ്പോൾ, Na+ ആണ് ഭയങ്കര റിയാക്റ്റീവാണ്. Cl എങ്ങനെ റിയാക്റ്റീവ് ആകുന്നത്? Cl ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ Cl- ആവും. Cl- ആയാൽ Cl ഭയങ്കര റിയാക്റ്റീവാണ്. അപ്പം ഇലക്ട്രോണിനെ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ ആണ് ഒരു സാധനം പെട്ടെന്ന് റിയാക്റ്റീവ് ആകുന്നത്. ഓക്കെ, അയൺ ഇപ്പം ഇതിനകത്ത് ഒരു പ്രശ്നമില്ല, വെള്ളം വീഴുന്ന മുമ്പ് വരെ അയൺ എന്താണ്, അയൺ Fe ആറ്റങ്ങളെല്ലാം Fe ആറ്റമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ വെള്ളം വീഴുന്ന ആ സമയത്ത് തൊട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ Fe എന്ത് ചെയ്യുന്നറിയാമോ, Fe 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Fe2+ ആവും. ഒരു Fe ആറ്റമല്ല, 2 Fe ഒരുമിച്ചായിരിക്കും അങ്ങനെ ആകുന്നത്. അപ്പം 2 Fe 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് 2 Fe2+ അയോൺ ആവും. ജസ്റ്റ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തേ ഉള്ളൂ. ആനോഡിക് പോർഷനിൽ അതാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വെള്ളത്തുള്ളികളിനകത്ത് ആരൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഈ വെള്ളത്തുള്ളികളിനകത്ത് ഇപ്പം നമ്മളിപ്പം മുകളിൽ നിന്ന് മഴ വരുന്ന സമയത്ത് ആ മഴ തുള്ളിക്കകത്ത് എന്തൊക്കെയുണ്ടെന്നറിയോ? ഇപ്പം നിങ്ങൾ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താ സംഭവം? ഈ ഭൂമിയിൽ നിന്ന് വേണ്ടാത്ത ഹാംഫുൾ വണ്ടിയിൽ നിന്ന് വരുന്ന പുകകളും ഫാക്ടറിയിൽ നിന്നുള്ള പുകകളും ഒക്കെ മുകളിലോട്ട് പോയിട്ട് ക്ലൗഡായിട്ട് എന്ത് ചെയ്യും, മഴ വരുന്ന സമയത്ത് ആ മഴയ്ക്കകത്ത് ഡിസോൾവ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതിന് ആസിഡ് റെയിൻ ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനകത്ത് പ്യുവർലി H2O മോളിക്യൂൾസ് മാത്രമല്ല ഉണ്ടാകുന്നത്, അതിനകത്ത് സൾഫർ ഡയോക്സൈഡ്സ് കാണും, അതേപോലെ കാർബൺ ഡയോക്സൈഡ് കാണും. ഡിസോൾഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാർ ഡിസോൾഡ് ഫോമിൽ ആ വാട്ടറിനകത്ത് കാണും. അപ്പം അതിനകത്ത് ഈ വാട്ടറിനകത്ത് നമുക്കറിയാലോ H2O മോളിക്യൂൾ ഉണ്ടല്ലോ, അത് ഇതിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് എഴുതണ്ട, കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എപ്പോഴും ആലോചിച്ചോണം, കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന H2CO3 എന്ന് പറയുന്ന ഒരു സാധനം ഡിസോൾഡ് ഫോമിൽ ആ വെള്ളത്തിനകത്ത് ഉണ്ടാവും. അപ്പം ഇതൊരു ആസിഡാണല്ലോ, ആസിഡിനകത്ത് എന്ത് അയോൺ ഉണ്ട്? H+ അയോൺ ഉണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഈ H+ അയോൺ നമുക്ക് ഈ റിയാക്ഷൻ്റെ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കറിയാം മഴത്തുള്ളിക്കകത്ത് H2O മോളിക്യൂൾ മാത്രമല്ല, ഡിസോൾഡ് ഫോമിൽ പല ഗേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, ഈവൻ ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഇവരെല്ലാം അതിനകത്തുണ്ട്. അതിൽ കാർബൺ ഡയോക്സൈഡുമായിട്ട് ഈ വാട്ടർ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു ആസിഡ് കണ്ടന്റ് ഉണ്ടാവും. ആ ആസിഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ കാരണം അത് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞ ആളുണ്ടായിട്ട് മാറുക. അപ്പോൾ കാർബോണിക് ആസിഡ് ഒരു ആസിഡാണ്. ദേ കണ്ടെയ്ൻസ് ഹൈഡ്രോണിയം അയോൺ H+ അയോൺസ്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ H+ അയോൺസ് ഇവിടെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ?
ഇനി ആനോഡിൽ എന്ത് നടന്നു എന്ന് എഴുതി വെക്കണം. ആനോഡ് അറ്റ് ആനോഡിൽ എന്ത് നടന്നു? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് അറിയാം. Fe2+, അതായത് Fe എന്ന് പറയുന്ന ആള് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Fe2+ ആയതാണ് ആനോഡിൽ നടന്നത്. ഇത് 2 തവണ നടക്കും, അതായത് 2 ആറ്റങ്ങളിനകത്ത് ഒരുമിച്ച് നടക്കും. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? അതായത് 2Fe - 4 ഇലക്ട്രോൺസ് ഗീവ്സ് 2Fe2+. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. 2Fe gives 2Fe2+ + 4 ഇലക്ട്രോൺ എന്ന് എഴുതണം. ഇത് ആനോഡ് നടക്കുന്ന റിയാക്ഷൻ. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അറ്റ് കാഥോഡിൽ എന്ത് നടക്കുന്നു? കാഥോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കാഥോഡിൽ നമുക്കറിയാം, തുരുമ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും കോണ്ടാക്റ്റിൽ വരണം. വാട്ടറുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് വന്നിട്ടും കാര്യമില്ല, ഓക്സിജനുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് വന്നിട്ടും കാര്യമില്ല. വാട്ടറുമായിട്ട് ഓക്സിജനുമായിട്ട് ഒരേപോലെ കോണ്ടാക്റ്റ് വരണം. ഓക്കെ ആണല്ലോ? നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീടൊക്കെ പണിയുന്ന സമയത്ത് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ നമ്മുടെ വീടിനകത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ ഷെഡിനകത്ത് കൊണ്ടിടും. എന്നാലും ഇരുമ്പ് തുരുമ്പിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് എല്ലായിടത്തും ഉണ്ട്, 2 ഈർപ്പവും എല്ലായിടത്തും ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് തുരുമ്പിക്കും. അതിപ്പോൾ നിങ്ങൾ വീടിനകത്ത് കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തുരുമ്പിക്കും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി. കാഥോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി. കാഥോഡിൽ ഓക്സിജൻ ഉണ്ടല്ലോ, കാഥോഡിക് പോർഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കറിയാം ഓക്സിജൻ, ഇത് ഈ ഇരുമ്പ് എയറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓക്സിജൻ നമ്മുടെ ആ വെള്ളത്തിനകത്തുള്ള H+ അയോൺസ് ഇല്ലേ, വെള്ളത്തിനകത്തുള്ള 4 H+ അയോൺസിനെ എന്ത് ചെയ്യുന്നറിയാമോ? 4 H+ അയോൺസിൻ്റെ പ്രസൻസിൽ ആ മുകളിൽ നിന്ന് വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിനെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് 2 H2 ആയിട്ട് മാറും. ശ്രദ്ധിച്ചോണം. നേരത്തെ 2 Fe2+, 4 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് 2 Fe 4 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് 2 Fe2+ ആയിട്ട് മുകളിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിയാക്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് Fe2+. അപ്പോൾ ആ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിനെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ വെള്ളത്തിനകത്തുള്ള കാർബോണിക് ആസിഡിൽ നിന്നും ഉണ്ടായ H+ അയോൺസിന്റെ പ്രസൻസിൽ, എത്ര H+ അയോൺസാ? 4 H+ അയോൺസിന്റെ പ്രസൻസിൽ എന്താ 4 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2 വാട്ടർ മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, ഇതാണ് കാഥോഡിൽ നടക്കുന്നത്. അപ്പം ഓവറോൾ റിയാക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2Fe + O2 + 4H+ + 4 ഇലക്ട്രോൺസ് gives 2Fe2+ + 4 ഇലക്ട്രോൺസ് + 2H2O. 4 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? വെട്ടിക്കളയുന്നു. ബാക്കി എന്താ? 2Fe + O2 + 4H+ gives 2Fe2+ + എന്താ? 2H2. കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്തിനാണ് ഉണ്ടാക്കേണ്ടത്? Fe2O3.xH2 ഉണ്ടാകുന്നത്. ഇതിപ്പം Fe2+ വരെ ആയിട്ടുള്ളൂ. ഓക്കെ ഉണ്ടല്ലോ? എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ Fe2+ ഇവിടെ എഴുതിയിരിക്കുന്ന അതേ സാധനത്തിനെ ഇതേപോലെ തന്നെ താഴോട്ടിറക്കി എഴുതുക. അതായത് ഇതേപോലെ തന്നെ താഴോട്ടിറക്കി എഴുതുക. അത് ഞാൻ ഈ സൈഡിലോട്ട് എഴുതുകയാണ്, ഇവിടോട്ട് എഴുതുകയാണ്. അതായത് 2 Fe2+ 2 വാട്ടർ മോളിക്യൂളുമായിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ വീണ്ടും റിയാക്ഷൻ നടന്നിട്ട് ഫെറിക് ഓക്സൈഡ് ആവും. Fe2O3 + H2 4H+ ഉണ്ടാവും. 4H+. വീണ്ടും ആയിട്ടില്ല, Fe2O3 വരെ ആയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറുമായിട്ട്, ഈർപ്പവുമായിട്ടോ വാട്ടർ മോളിക്യൂളുമായിട്ടോ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഈ നമ്മുടെ ഒരു സെക്കൻഡ് അപ്പം ഈ Fe2O3 ആയിട്ടുള്ളൂ. Fe2O3.xH2 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ Fe2O3 വീണ്ടും എന്ത് ചെയ്യും? Fe2O3 അറ്റ്മോസ്ഫിയറിലുള്ള കുറേ വാട്ടർ മോളിക്യൂൾ, നമുക്ക് ജനറലി X എന്ന് എഴുതാം, XH2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe2O3.xH2 ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും.
ഇതാണ് നമ്മുടെ തുരുമ്പ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാമോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. അഭിരാം ഓക്കെ ആണോ? അഭിരാമേ, അനുഗ്രഹ ഓക്കെ ആണോ? അനീറ്റ, ഷാരോണ്, പാർദിപ്, പാർദിപ് ഇവിടെ ഉണ്ടോ? Yes, sir. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടോ എഴുതിയത്? Yes, sir. ഓക്കെ, അപ്പം ഇനി നമുക്ക് റെസ്റ്റിംഗ് ഓഫ് അർജുൻ കയറിയായിരുന്നോടാ? അർജുനെ Yes. മനസ്സിലായോടാ ഇത്? മനസ്സിലായി. അപ്പം ഞാൻ തുടക്കുകയാണ്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ നോട്ട് എന്നാൽ എഴുതിക്കും, നോട്ടും കൂടെ അങ്ങ് എഴുതിയെടുക്കും. അപ്പം പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എഴുതിക്കോ. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ ആണ്. ബാരിയർ പ്രൊട്ടക്ഷൻ ആണ്. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടേ. അതായത് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ ഗ്രീസ് മണ്ടയ്ക്ക് തേക്കുകയോ, അതായത് ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും കോണ്ടാക്ട് വരാതിരിക്കാനുള്ള എന്ത് സെറ്റപ്പ് ചെയ്താലും അത് ബാരിയർ പ്രൊട്ടക്ഷനാണ്. ഗാൽവനൈസ് ചെയ്യുകയോ, ഗാൽവനൈസ് ചെയ്യുന്ന സിങ്ക് അതിനോണ്ടേക്ക് കോട്ട് ചെയ്യുന്നതാണ് ഗാൽവനൈസേഷൻ. അത് ഓൾറെഡി നമുക്ക് ബാരിയർ പ്രൊട്ടക്ഷനകത്തല്ല, അടുത്തൊരു സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ എഴുതുക വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് to prevent corrosion is to prevent the surface of the metallic object to come in contact with the atmosphere. This can be done by covering the surface with paint or some chemical, or by some chemicals or grease. അതായത് ഗ്രീസ് ഈവൻ ഓയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ജനറലി നമുക്ക് അല്ല വേണ്ട ബൈ സം കെമിക്കൽസ്, ഗ്രീസ് വേണമെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. അപ്പം കെമിക്കൽസ് ആണ് കൊടുത്തത്, അതിനകത്ത് എല്ലാം വന്നു. ഓക്കെ, രണ്ടാമത്തേത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണേ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ അതായത് ഇപ്പം നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനാണ്. കാരണം അവരുടെ ഒരു പലപ്പോഴും അവരുടെ സന്തോഷങ്ങളെ അവരെന്ത് ചെയ്യുന്നുണ്ട്,
അവർ ഒന്ന് പൊത്തിപ്പിടിച്ചിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ടാവും. അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ ഒരു 95% ആൾക്കാരും അങ്ങനെയാണ്. 95 അല്ലടേ, 99% അല്ലെങ്കിൽ 100% ആൾക്കാരും അങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അങ്ങനെ ആയിരിക്കും. അപ്പം സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വേറൊരാളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പേരൻസ് ചെയ്യുന്ന പരിപാടി അത് തന്നെ. അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഞാനൊരു അയൺ എടുത്തു. ഈ അയണിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ സിങ്ക് കോട്ട് ചെയ്യാൻ പോവാം. അയണിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഒരു സിങ്ക് കോട്ടിങ് നടത്താൻ പോവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് അയൺ ആണോ സിങ്ക് ആണോ കൂടുതൽ റിയാക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് റിയാക്റ്റീവ്. പോസോ കാമ അൽ സി ഇർണിയാണ്. അപ്പോൾ സിങ്ക് കഴിഞ്ഞാണ് അയൺ. അപ്പോൾ സിങ്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അതായത് Fe 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Fe2+ ആകുന്നതിന് മുമ്പ് തന്നെ സിങ്ക് എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറും. അപ്പം ഇവിടെ ഇതിൻ്റെ സർഫസ്, ഈ സിങ്കിൻ്റെ സർഫസ് ഒക്കെ എന്ത് ചെയ്തു, കൊറോഡ് ചെയ്ത് പോയാലും ഈ അയൺ എന്ത് ചെയ്യും, അയൺ അതേപോലെ തന്നെ ഇരിക്കും. വീണ്ടും എന്ത് ചെയ്യും, കുറേ ഇതാകുമ്പോൾ അത് അതിൻ്റെ സർഫസ് എല്ലാം പോയി എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ സിങ്ക് കോട്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിനെ ഗാൽവനൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് സിങ്ക് കോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അവൻ്റെ ശരീരം അവൻ നശിപ്പിച്ചുകൊണ്ടാണ് മറ്റ് ആളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് പേര് വന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഒന്ന് എഴുതിയേക്കാം. മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി is coated on a metal that needs to be protected from corrosion. Consequently, the coated reactive metal gets corroded, protecting the surface of metal, protecting the surface of metal, surface of metal. Coating zinc metal on surface of other metal is called as galvanization. നമുക്ക് ഇപ്പോൾ വരുന്ന GI പൈപ്പുകളെല്ലാം ഗാൽവനൈസ്ഡ് പൈപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മറ്റേ എന്താണ് ടെറസൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ GI പൈപ്പൊക്കെ വെച്ചിട്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. ആ ഗ്രേ കളർ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ കളറല്ല, അത് സിങ്ക് കോട്ട് ചെയ്തിട്ട് ഗാൽവനൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതിൻ്റെ ഫ്രെയിം ഒക്കെ ചെയ്തിരിക്കുന്ന ഇരുമ്പാണ്. ആ ഇരുമ്പേൽ ഒരു സിൽവർ കോട്ടിംഗ് ആണ്. സിൽവർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിൽവർ അല്ല, അത് സിങ്കാണ്, സിങ്ക് കോട്ടിംഗ് ആണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് കാഥോഡിക് പ്രൊട്ടക്ഷൻ ആണ്. കാഥോഡിക് പ്രൊട്ടക്ഷൻ ഈ കാഥോഡിക് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മളൊരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ എടുക്കുന്നു, ഒരു ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ എടുക്കുന്നു. ഇത് Fe ആണ്, ഇത് സിങ്ക് ആണ്. ഇവരെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം Fe റിയാക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? Fe2+ ആകുമ്പോൾ ഇലക്ട്രോണിനെ വിട്ട് കൊടുത്താലാണ്. ഒരു കാര്യം ചെയ്ത് ഇത് നമുക്ക് എങ്ങനെയും എടുക്കാൻ കേട്ടോ, അതായത് സിങ്കോ ഇത് സിങ്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും, നമുക്ക് അങ്ങനൊന്നുമില്ല, വയർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാമല്ലോ, എങ്ങനെ വേണേൽ എടുക്കാം. ഞാൻ ഇത് മുകളിൽ സിങ്കായിട്ട് എടുക്കാം. അപ്പോൾ നോക്കിയോ, ഇവിടെ Fe എന്താ സംഭവിക്കുന്നത്? Fe എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ Fe 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Fe2+ ആയിട്ട് മാറും. എന്നാൽ ഈ Fe2+ ആകുന്നതിന് മുമ്പ് തന്നെ Zn എന്താവും? 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറും. അപ്പം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഈ വയർ വഴി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇലക്ട്രോൺ സഫീഷ്യൻ്റ് ആവും.
അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ Fe-ക്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിനെ Fe2+ മേടിച്ചിട്ട് വീണ്ടും Fe ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറേണ്ടി വരത്തില്ല, അതിനു മുമ്പ് തന്നെ ഇലക്ട്രോൺസ് ഇവിടെ നിറയും. അപ്പോൾ Fe2+ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Fe2+ ആകാനായിട്ട് പറ്റത്തില്ല. ഇതിനെയാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്ത് ചെയ്യും, ഇവിടെ ഈ ഇലക്ട്രോൺസ് തന്നെ ഈ വയർ വഴി എവിടെ വന്നുകൊണ്ടിരിക്കുക, ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ ലോജിക് കൺസെപ്റ്റ് ആണ് കേട്ടോ. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെറ്റൽ ദാറ്റ് need to be protected metal that need to be protected from corroding is being connected with a metal of high reactivity metal that need to be protected from corroding is being connected with a metal of high reactivity through a wire hence corrosion can be prevented prevented. ഇത് കൺസെപ്റ്റ് അങ്ങനെയാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സിങ്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു അയൺ ഏതെങ്കിലും ആയിക്കോട്ടെ, സിങ്കോ അയണും ഇവിടെ അയൺ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ അയൺ എന്തായിട്ട് മാറും, Fe 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നതിന് മുമ്പ് സിങ്ക് എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ആ ഇലക്ട്രോൺ തന്നെ ഇതുവഴി വന്നിട്ട് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ Fe 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തും. അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കണമെന്നുള്ളത്. എടുത്തു ഇച്ചിരി ചൂടുവെള്ളം കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇനി ഒരൊറ്റ ടോപ്പിക് കൂടെ ഉള്ളൂ. ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. അത് ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ ആൽക്കലൈൻ ക്രോമേറ്റും അതേപോലെ തന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റും ആണ് യൂഷ്വലി അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പണ്ടൊന്നും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുരിപ്പിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ വണ്ടികളാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടിഭാഗത്തൊന്നും ഈ കോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ സമയത്തേക്ക് ഓയിൽ കോട്ടും ഗ്രീസ് കോട്ടിങ്ങും മാത്രമേ ഉള്ളൂ ആ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളത്. അല്ലാതെ വേറെ പെയിൻറ്റോ അല്ലെങ്കിൽ ഒന്നും ഈ ഇരുമ്പിൻ്റെ പാർട്സിലൊന്നും പെയിൻ്റ് ഒന്നും അടിക്കാറില്ല. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുന്നത്, അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ താഴ്ഭാഗങ്ങളിൽ, അതായത് വെള്ളം എപ്പോഴും തെറിക്കുന്നതും ചള്ളയൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന ഭാഗത്തുമാണ് എന്ത് ചെയ്യുന്നത്, അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇരുമ്പിനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യുക. അവിടെ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതാണ് ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റും ക്രോമേറ്റും ഒക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അണ്ടർ ബോഡി കോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാലോ, തുരുമ്പിക്കാൻ വേണ്ടി വെള്ളം അവിടെ വരുമ്പോൾ വെള്ളത്തിനകത്ത് H+ അയോൺസ് ഉണ്ട്. ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ പോകുമ്പോഴത്തേക്ക് ആ H+ അയോൺസ് അവിടെ ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, O2 പോയിട്ട് H+ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നത്, തുരുമ്പിന് വേണ്ടി Fe2+ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ നമ്മൾ ആൽക്കലൈൻ ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ H+നെ നിർവീര്യമായി കളയും. ആസിഡും ബേസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താവും, സോൾട്ടും വാട്ടറുമായിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് H+ എന്ത് ചെയ്യത്തില്ല, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കത്തില്ല. അതാണ് ശരിക്കും അവിടെ നടക്കുന്നതെന്നുള്ളത് ഓർത്ത് വെച്ചു. ഇത്രയുമേ ഉള്ളൂ. വേറെ